ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് വലിയ മുന്നേറ്റമായി കണക്കാക്കപ്പെടുന്ന പുതിയ ബാലിസ്റ്റിക് മിസൈൽ അഗ്നി-6 പരീക്ഷണത്തിന് തയ്യാറെടുക്കുന്നതായി സൂചനകൾ പുറത്തുവരുന്നു. ഈ മിസൈൽ വികസിപ്പിക്കുന്നത് DRDO ആണ്. ഒഡീഷയിലെ ബാലസോർ ജില്ലയിലെ ചാന്ദിപ്പൂർ പ്രദേശത്തെ സംയോജിത പരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഇതിനായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി പ്രതിരോധ വൃത്തങ്ങൾ പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇത് അഗ്നി-6 പരീക്ഷണമാണെന്ന് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഇത് വിശദമായി നോക്കാം. ഞാൻ ദേവിക ഷാജി. പരീക്ഷണത്തിന് മുന്നോടിയായി സുരക്ഷാ നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ്. ലോഞ്ച് കോംപ്ലക്സ് 3 ചുറ്റളവിലുള്ള ഏകദേശം 3.5 കിലോമീറ്റർ പരിധിയിലുള്ള ഗ്രാമങ്ങളിൽ നിന്നായി 10,000-ത്തിലേറെയധികം ആളുകളെയും അവരുടെ വളർത്തുമൃഗങ്ങളെയും താൽക്കാലികമായി ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഇത് പൂർണ്ണമായും മുൻകരുതൽ നടപടിയായാണ് എടുത്തിരിക്കുന്നത്. കൂടാതെ ബാലസോർ, ഭദ്രക്, കേന്ദ്രപ്പാര തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് കടലിൽ പോകരുതെന്ന കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇത്തരം നിയന്ത്രണങ്ങൾ സാധാരണയായി വലിയ പ്രതിരോധ പരീക്ഷണങ്ങൾക്ക് മുൻപ് നടപ്പാക്കാറുണ്ട്. ഇതിനിടയിൽ അടുത്തിടെ നടന്ന ഒരു പ്രതിരോധ ഉച്ചകോടിയിൽ സമീർ വി കാമത്ത് അഗ്നി-6 പദ്ധതിയെക്കുറിച്ച് പ്രധാന വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കുന്നതോടെ പരീക്ഷണം നടത്താൻ ഇന്ത്യ പൂർണ്ണമായും തയ്യാറാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇത് പദ്ധതിയുടെ പുരോഗതി വളരെ മുന്നേറിക്കഴിഞ്ഞു എന്നതിന് തെളിവാണ്. അഗ്നി-6 മിസൈൽ വികസനത്തിൽ ഇന്ത്യ ഇതിനകം നേടിയിട്ടുള്ള സാങ്കേതിക പരിജ്ഞാനം ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സബ്മറൈനുകളിൽ നിന്ന് വിക്ഷേപിക്കുന്ന K5, K6 മിസൈലുകൾക്കായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ശക്തവും കാര്യക്ഷമതവുമായ ആയുധമായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യക്ക് ഇതിനകമുള്ള അഗ്നി-5 മിസൈലുകളേക്കാൾ വലുതായിരിക്കും അഗ്നി-6. എന്നാൽ അത്യാധുനിക കമ്പോസ് മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നതിനാൽ ഭാരം കുറവായിരിക്കും. ഇത് 4 ഘട്ടങ്ങളായുള്ള മിസൈൽ ആയിരിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിലൊന്ന് ഒരു സമയത്ത് 10-ലധികം ആണവ യുദ്ധമുനകൾ വിവിധ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് വിടാൻ കഴിയുന്ന MIRV സാങ്കേതിക വിദ്യയാണ്. കൂടാതെ ലക്ഷ്യം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലും ആക്രമണം നടത്താൻ സഹായിക്കുന്ന MARV സംവിധാനവും ഇതിലുണ്ടാകാം. ഇത് ശത്രു രാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ പോലും മറികടക്കാൻ കഴിയുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്യപ്പെടുന്നത്. ഉദാഹരണത്തിന് ചൈനയുടെ HQ-19, അമേരിക്കയുടെ THAAD, റഷ്യയുടെ S-500 പോലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ പോലും മറികടക്കാൻ കഴിയുമെന്ന റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ റഡാറുകളിൽ എളുപ്പത്തിൽ കണ്ടെത്താനാകാത്ത പ്രത്യേക കോഡിംഗ് സാങ്കേതിക വിദ്യയും ഇതിലുണ്ടാകാമെന്നാണ് പറയുന്നത്. അഗ്നി-6 മിസൈലിന്റെ ദൂരപരിധി 8,000 മുതൽ 12,000 കിലോമീറ്ററിലധികം വരെ ആയിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇത് ഇന്ത്യക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എത്തിച്ചേരാനുള്ള ശേഷി നൽകും. ഈ മിസൈൽ കരയിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യൻ വികസിപ്പിച്ച സബ്മറൈനുകളിൽ നിന്ന് പോലും വിക്ഷേപിക്കാനാകും. ഇത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെ കൂടുതൽ ശക്തമാക്കും. ഇത്തരത്തിലുള്ള മിസൈൽ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നത് ഒരു രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഏറെ പ്രധാനമാണ്. ആണവാക്രമണം സംഭവിച്ചാൽ അതിവേഗത്തിൽ തിരിച്ചടി നൽകാനുള്ള ശേഷി നേടുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഈ തരത്തിലുള്ള പ്രതിരോധ തന്ത്രം രാജ്യത്തെ കൂടുതൽ സുരക്ഷിതമാക്കുന്നു. ഇപ്പോഴുള്ള സാഹചര്യത്തിൽ 12,000 കിലോമീറ്റർ മുകളിലുള്ള ദൂരപരിധിയിലുള്ള ഭൂഖണ്ഡാന്തര മിസൈൽ ശേഷി അമേരിക്ക, റഷ്യ, ചൈന, വടക്കൻ കൊറിയ എന്നീ രാജ്യങ്ങൾക്കാണ് ഉള്ളത്. ഫ്രാൻസും ബ്രിട്ടനും സബ്മറൈനുകളിൽ നിന്നുള്ള മിസൈലുകളാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. അഗ്നി-6 പൂർണ്ണമായും പ്രവർത്തനക്ഷമമായാൽ ഇന്ത്യയും ഈ ശക്തമായ രാജ്യങ്ങളുടെ നിരയിൽ ഉറച്ച സ്ഥാനം നേടും. അഗ്നി-6 വിജയകരമായി പരീക്ഷിക്കുകയും സേവനത്തിൽ എത്തുകയും ചെയ്താൽ ലോകത്തിലെ ഏത് രാജ്യവും ഇന്ത്യയുടെ മിസൈൽ പരിധിക്കുള്ളിൽ വരും. ഇത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വലിയ മാറ്റം കൊണ്ടുവരും. പ്രതിരോധ രംഗത്ത് വലിയ ശക്തികൾക്കിടയിൽ ഇന്ത്യയും ഒരു പ്രധാന ശക്തിയായി മാറുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല. പ്രതിരോധ മന്ത്രാലയം, ഇന്ത്യ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട ഏജൻസികൾ സ്ഥിരീകരണം നൽകിയ ശേഷം മാത്രമേ പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമാക്കൂ. പരീക്ഷണം നടന്നാൽ അതിന്റെ സാങ്കേതിക വിവരങ്ങളും മറ്റ് വിശദാംശങ്ങളും പിന്നീട് പുറത്തുവിടും. അഗ്നി-6 പദ്ധതി ഇന്ത്യയുടെ പ്രതിരോധ ശക്തിയെ ഒരു പുതിയ നിലയിലേക്ക് ഉയർത്തുന്ന ഒരു പ്രധാന ചുവടുവയ്പ്പാണ്. ഇത് രാജ്യത്തിന്റെ സുരക്ഷയും ആഗോള നിലപാടും കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.